ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നോമ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും അതേപോലെ ഒറോട്ടി ഉണ്ടാക്കലും ഒന്നാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ആക്കിക്കൊണ്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. നനച്ചുകുളി പണികളൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് മിനുക്ക് പണികളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കല. പാത്രങ്ങളൊക്കെ കഴുകലും ഷെൽഫ് ക്ലീൻ ആക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാത്രങ്ങളൊക്കെ ഫില്ല് ചെയ്ത് അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ ഗ്രോസറി ഐറ്റംസും പാത്രങ്ങളിലാക്കിയിട്ട് ഞാനിതാ ഇവിടെ സെറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഷെൽഫിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഞാൻ എൻ്റെ മൺചട്ടികളും അതേപോലെ ഇരുമ്പ് പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നോമ്പിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഫ്രീസറിൻ്റെ ഏറ്റവും മേലെയായിട്ട് ഞാനിതാ കുറച്ച് ചിക്കനും ബീഫൊക്കെ ഓരോ പാത്രങ്ങളിലാക്കിയിട്ട് ക്ലിംഗ് റാപ്പ് ചെയ്ത് വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ഓരോ ദിവസങ്ങളിലാക്കിയിട്ട് ഓരോ പാത്രങ്ങളിൽ ഇങ്ങനെ ആവശ്യമുള്ളത് എടുത്താൽ മതിയാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ ബീഫും ചിക്കനും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രീസറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഞാൻ കുറച്ചധികം തേങ്ങ ചിരവിയത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നോമ്പ് അല്ലാത്ത ടൈമിലും ഞാൻ സെറ്റാക്കി വെക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് കുറച്ച് ചിക്കന് നമ്മൾ ഫ്രൈ ആക്കാനും വേണ്ടിയിട്ട് വെക്കൂലേ, അതേപോലെ ഉപ്പും മുളകും മഞ്ഞളും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രീസറിൻ്റെ ഡോറിലായിട്ട് കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സമൂസ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ട് നല്ലതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ പീസ് ഫ്രോസൺ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ 2 കവറിലായിട്ട് ചിക്കനും ബീഫുമാണ് വേവിച്ച് വെച്ചിട്ടുള്ളത്. ചിക്കന് ഉപ്പും കുരുമുളകും മാത്രം ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫില്ലേ, അത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, മല്ലിപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ട് നന്നായിട്ട് ചൂടാറിയ ശേഷം ഞാനൊരു സിപ്ലോ കവറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ താഴെ ഫ്രിഡ്ജിൻ്റെ ഭാഗത്ത് എന്തൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. കുറച്ചധികം വെജിറ്റബിൾ നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കിയതിന് ശേഷം അതെല്ലാം ഓരോ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വലിയ ഉള്ളി തൊലി കളഞ്ഞ് അതൊരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചെറിയ ഉള്ളി, വെള്ളുള്ളി അതൊക്കെ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഡ്രൈ ആക്കിയിട്ടൊരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലേ, അതുണ്ടാക്കി വെച്ചിട്ടുണ്ടേനും. പിന്നെ ബീഫ് വെച്ചിട്ട് ഒരു ഫില്ലിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വേഗം തന്നെ എടുക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ 2 ഫില്ലിങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് തേങ്ങ പണ്ടില്ലേ, അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബീഫ് വെച്ചിട്ടുള്ളൊരു ഫില്ലിങ്ങും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊട്ടറ്റോ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ക്യാരറ്റും നന്നായിട്ട് വേവിച്ച് ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഷുഗർ സിറപ്പ് കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 കപ്പ് പഞ്ചസാരയിൽ ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവുന്നത് വരെ തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാനിതാ ഒരു ബോട്ടിലേക്ക് ഒഴിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ജ്യൂസോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളം ഒക്കെ റെഡിയാക്കുമ്പോൾ എളുപ്പത്തിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട്
നല്ലതാണ് കേട്ടോ ഇങ്ങനെ ഷുഗർ സിറപ്പ് റെഡിയാക്കുക എന്നുണ്ടെങ്കിൽ. പിന്നെ അതാ ഞാൻ കുറച്ച് ഫ്രൂട്ട് കൂടെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ അത്രയും സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അതാ ചെറിയൊരു ഡെക്കോറും കൂടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ റമദാനെ വരവേൽക്കാനും വേണ്ടിയിട്ട് ചെറിയൊരു ഡെക്കറേഷനും കൂടെ ചെയ്തിട്ടുണ്ടേനു കേട്ടോ. ഹോളിൽ ചെറിയൊരു ടേബിൾ സെറ്റ് ചെയ്ത് അതിൽ ഡേറ്റ്സും നട്ട്സും ഊതും ക്യാൻഡിലും ഒക്കെ ആയിട്ട് ചെറിയൊരു ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നോമ്പിനും അതേപോലെ തന്നെ പെരുന്നാൾക്കൊക്കെ ചെറിയൊരു ഡെക്കറേഷന് പറ്റാവുന്ന രീതിയിൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെറിയൊരു മാറ്റങ്ങളോട് കൂടിയിട്ട് നമ്മൾ റമദാനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ല ഇല്ലേ എന്നൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒറോട്ടി ഉണ്ടാക്കുന്നതിൻ്റെ അരിപ്പൊടി ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടേനും. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ ഒറോട്ടി ഉണ്ടാക്കുന്നത് കാണിക്കാന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ നോമ്പിന് ഒറോട്ടിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഒറോട്ടിപ്പൊടി ഒരു പാത്രത്തിലാക്കിയിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഈസിയാണ് കേട്ടോ ഈ ഒരു പൊടി വെച്ചിട്ട് ഒറോട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പോലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ആവശ്യമായിട്ടുള്ള പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവും കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അരിക്കും അതേപോലെ തന്നെ അരിപ്പൊടിക്കും അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് ഉണ്ടാവുക. ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഒരു ഗ്ലാസ്സിന് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ദാ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്താൽ മതിയാണ്. ഒരുപാട് ലൂസാവാനും പാടില്ല, എന്നാൽ ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ആ ഒരു പരുവത്തിൽ കുഴച്ചെടുത്താൽ മതിയേ. പിന്നെ അതവിടെ കുഴച്ച് അടച്ച് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മൾ ഒറോട്ടിക്ക് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാനിത് അയില ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങയിലയും അതേപോലെ തന്നെ മുട്ടയും വെച്ചിട്ടുള്ളൊരു കറി റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇതിലിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അതിലേക്ക് നമ്മൾ മുരിങ്ങയിലയില്ലേ അതും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞാൽ മുട്ടയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കുക. തേങ്ങയിലേക്ക് മഞ്ഞൾ, മുളക് പൊടി, പിന്നെ അതേപോലെ തന്നെ കുറച്ച് പെരുംജീരകയില്ലേ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അയില പൊരിച്ചതും മുരിങ്ങയില കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒറോട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒറോട്ടി കല്ല് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള അരിമാവിൽ നിന്ന് കുറേശ്ശെ ബോൾസ് ആക്കി എടുത്ത് ഈ ഒരു പരുവത്തിൽ ഓരോന്ന് പരത്തി എടുക്കുന്നുണ്ട്. 2ഓ 3ഓ പരത്തി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പരത്തി ഇട്ടതില്ലേ അത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ബോൾസ് ആക്കിയിട്ട് പരത്തി ഇട്ട് കൊടുക്കുക. ഇതേപോലെ വലിയ ഒറോട്ടിക്കല്ലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒറോട്ടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈസിയാണ് കേട്ടോ. പിന്നെ ഞാനിതിൽ മറിച്ചിടാൻ വേണ്ടിയിട്ട് സ്പാച്ചിലയോ ചട്ടകോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ആക്കിയിട്ടില്ല. കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഞാനിപ്പോൾ ഉണ്ടാക്കി ശീലമായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കൈ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഉണ്ടാക്കൽ തന്നെ നമ്മൾ ഒറോട്ടി നല്ല അടിപൊളിയായിട്ട് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. 2ഉം 3ഉം 4ഉം പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേ അതിൻ്റെ കറക്റ്റ് പാകവും ഉണ്ടാക്കുന്ന രീതിയും ഒക്കെ മനസ്സിലാവുള്ളൂ. അങ്ങനെ എൻ്റെ ഒറോട്ടി മുഴുവനായിട്ട് ഞാനിവിടെ ചുട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ സ്നാക്സും ഫ്രൂട്ടും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒന്നാമത്തെ നോമ്പ് തുറൻ്റെ വിഭവങ്ങളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറച്ചിപ്പത്തിൽ, ഉന്നക്കായ്, ചിക്കൻ റോള് അങ്ങനത്തതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും പിന്നെ തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ജ്യൂസും കസ്കസിട്ട നാരങ്ങ വെള്ളവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ നമ്മളെ നോമ്പ് വന്നെത്തി. ഒന്നാമത്തെ നോമ്പ് തുറന്നു. അള്ളാഹുവിന് സ്തുതി. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അത്രമാത്രം പേടിപ്പെടുത്തുന്നതാണല്ലോ. അപ്പോൾ എല്ലാവർക്കും സമാധാനവും നന്മയും ഉണ്ടാവട്ടെ എന്ന്
പ്രാർത്ഥിക്കുന്നത്. നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിനെന്ന് വിചാരിക്കുന്നത്. ലൈക്ക് ചെയ്യാൻ മറന്നവർ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ജസ്റ്റ് ഒരു ഇമോജിയെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ കൂടുന്ന എനേബിൾ ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും. ബൈ.